ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ്വിൽ പാചകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളുണ്ടാക്കുന്ന ഒരു വെറൈറ്റി ഡിഷാണ്. ബോയിൽഡ് എഗ് ഫ്രൈ ആണ് ഇന്ന് നമ്മളുണ്ടാക്കുന്നത്. നമുക്ക് അത് എങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം എന്ന് നോക്കാം. ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി, ബട്ടർ, പെപ്പർ, ടൊമാറ്റോ, കറി ലീവ്സ്, 6 ബോയിൽഡ് എഗ്ഗാണ്, 3 ഒനിയൻ സ്ലൈസ് ചെയ്തതാണിത്, ഏലക്ക, ഗ്രാമ്പൂ, അതുപോലെ കാഷ്യൂ. ഇതാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. എഗ്ഗിന് ആവശ്യമായിട്ടുള്ള ഓയിൽ ആഡ് ചെയ്യണം. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ് ഓരോന്നും നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്യണം. അതിനുശേഷം ഈ മുട്ടയിൽ ഉണ്ണി മാത്രം എടുത്ത് മാറ്റി വെക്കുക. മഞ്ഞപ്പൊടി ഓരോ ബോയിലേക്ക് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉണ്ണി മാത്രം എടുത്ത് മാറ്റി വെക്കുക. മഞ്ഞപ്പൊടി മാത്രം എടുത്ത് മാറ്റി അതിൻ്റെ വെള്ളം മാത്രം കട്ട് ചെയ്യുക. വൈറ്റ് പാർട്ട് മാത്രം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഓക്കെ, എത്ര ആദ്യം ചെയ്യുക. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 പാർട്ടായിട്ട് മാറ്റി വെക്കുക. നമുക്ക് പാനിലേക്ക് കാർഡമം, കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ, കിസ്മിസ് ആഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ ആഡ് ചെയ്യുക. ഒനിയൻ ശരിക്കും വരണ്ട് വരുന്നതിന് വേണ്ടി നമ്മൾ അല്പം സാൾട്ട് ആഡ് ചെയ്യുക. നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അതിനുശേഷം മാറ്റി വെച്ചിരിക്കുന്ന കറിവേപ്പില, കറി ലീവ്സ് പാലിലേക്ക് ആഡ് ചെയ്യുക. സവോള നന്നായിട്ട് വരണ്ട് വന്നതിന് ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിലേക്ക് ആഡ് ചെയ്യുക. ശരിക്ക് ഇളകി കൊടുക്കും. കട്ട് ചെയ്തിരിക്കുന്ന ഗ്രീൻ ചില്ലി നമ്മൾ ഒനിയൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നു. ഒനിയൻ ശരിക്കും സോട്ട് ചെയ്യുക. ഫ്രൈക്ക് ആവശ്യമായ അല്പം ബട്ടറും കൂടി അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ആഡ് ചെയ്യുക. ടർമറിക് ആഡ് ചെയ്യുക. അതിനുശേഷം കാശ്മീരി മുളക് പൊടി, കൊറിയാണ്ടർ പൗഡർ, ഗരം മസാല അല്പം, വൈറ്റ് പെപ്പർ 1/2 ടീസ്പൂൺ. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗ്, കട്ട് ചെയ്ത എഗ്ഗ് നമ്മൾ അതിനകത്തേക്ക് മസാലയിലേക്ക് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വൈറ്റ് പാർട്ട് ശരിക്കും ഒന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മുട്ടയുടെ വെള്ളക്കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. മുട്ടയുടെ ഉണ്ണി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തു ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്പം പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്യുക. നമ്മുടെ ബോയിലൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇത് വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു ഡിഷാണ്. നമുക്കെല്ലാവർക്കും വീട്ടിൽ
ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമ്മുടെ എഗ് ഫ്രൈ റെസിപ്പി ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ സുഹൃത്തിനെ വിളിക്കുക. നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ എഗ് റോസ്റ്റ് ഫ്രൈ നല്ല അടിപൊളിയാണ്. ഇത് നമ്മളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്ക് കൂടെ കഴിക്കാൻ നല്ലൊരു ഡിഷായിരിക്കും. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നോളം വരെ ജിനു ഫ്രം ഗുഡ്വിൽ പാചകം. ബൈ.